ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ സാധാരണ പഴംപൊരി ചെയ്യാനൊക്കെ അറിയാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ല, പക്ഷേ ഇത് ഇച്ചിരി സ്പെഷ്യലാണ്. അതുപോലെ തന്നെ സാധാരണ പഴംപൊരി കഴിക്കുന്നവർക്ക് ഇത് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഒരു സൂപ്പർ ടേസ്റ്റിൽ ഒരു സൂപ്പർ വെറൈറ്റി പഴംപൊരി എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ വേഗം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ പഴംപൊരി ചെയ്യാനായിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പോൾ പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി 2 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തേത് 1 ടീസ്പൂൺ എള്ളാണ്. അപ്പോൾ കയ്യിൽ വെളുത്ത എള്ളുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കാം. ഇനി കയ്യിൽ വെളുത്ത എള്ളില്ല, കറുത്ത എള്ളാണുള്ളതെങ്കിൽ 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വെളുത്ത എള്ളാണെങ്കിൽ 1 ടേബിൾ സ്പൂണും കറുത്ത എള്ളാണെങ്കിൽ 1 ടീസ്പൂണും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ കറുത്ത എള്ളിന് ഒരു കടിക്കുമ്പോൾ ഒരു ഫ്ലേവർ കൂടുതലാണ് കേട്ടോ. ഇനി അടുത്തത് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ തിരുമിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ അളവ് ഇപ്പോൾ കൂടിപ്പോയാലും പ്രോബ്ലം ഒന്നുമില്ല. ഇനി ഒരു നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മധുരമൊക്കെ ഒന്നങ്ങ് ബാലൻസ് ആയി വരാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒരു നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും മതി. അപ്പോൾ ഇനിയിപ്പോൾ പഴംപൊരിക്ക് കളറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു ദോശമാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്നങ്ങ് കലക്കിയെടുക്കാം. അപ്പോൾ ഇനി വെള്ളം എടുക്കുമ്പോൾ ചെറിയൊരു ചൂടുള്ള വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല തണുത്ത വെള്ളം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ചെറിയൊരു ചൂടുള്ള വെള്ളമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇനി ഇത് കുറേശ്ശെയായിട്ട് വെള്ളം എടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കാം. അപ്പോൾ ഒരുപാട് ലൂസ് ആവാനോ അതുപോലെ തന്നെ ഒത്തിരി കട്ടയായി പോകാനോ പാടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ അഥവാ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിപ്പോൾ തൽക്കാലം ഒരു ഭാഗത്തേക്ക് ഒന്നങ്ങ് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് പഴംപൊരിക്ക് ആവശ്യമായ പഴം ഒന്ന് റെഡിയാക്കണം. അപ്പം ഞാൻ ഇവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത്യാവശ്യം പഴുത്ത പഴം നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് പഴുത്ത പഴം എടുക്കരുത്, അത് ഒരുപാട് എണ്ണ കുടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഓരോ പഴവും നീളത്തിനായിട്ട് ഒന്ന് 3 മുറിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്ററിലേക്ക് മുക്കി വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനേ. അതുപോലെ തന്നെ പഴംപൊരി ചെയ്യുമ്പോൾ ഈ പഴംപൊരി ഒന്നങ്ങ് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് ഓയിൽ ഉണ്ടാകാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ പഴംപൊരി നല്ല പഫി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത് നമ്മുടെ സൂപ്പർ എമ്മി പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു തവണ എങ്കിലും ഉറപ്പായിട്ട് ഈ ഒരു പഴംപൊരി ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.